ഐശ്വര്യനെ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും കല്യാണി പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഐശ്വര്യ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതെ. സ്റ്റിൽ ഐശ്വര്യ സംസാരിക്കുന്ന കാണുമ്പോഴത്തേക്ക് വണ്ടറടിച്ച് നിൽക്കുന്ന ആളുകളുണ്ടോ? ഓ, ഇപ്പോഴും ഉണ്ട്. ഓ, ശരിക്കും സംസാരിക്കുമോ? ഞങ്ങൾ വിചാരിച്ച ശരിക്കും ഊമയാണെന്ന്. സംസാരിക്കുന്നത് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. അങ്ങനെയൊക്കെ പറയും. ശരിക്കും പറഞ്ഞാല് ഈ മലയാളത്തിൽ ഡയലോഗ്സ് ഒന്നും ഇല്ല, ഫുൾ ടൈം ഇങ്ങനെ നിൽക്കാണ്. ബട്ട് സ്റ്റിൽ എങ്ങനെ ഇത്ര ഫാസ്റ്റ് ആയിട്ട് മലയാളം പഠിച്ചു? അത് എനിക്കൊരു പ്ലസ് ആയി. ആദ്യം വന്നപ്പോ എനിക്ക് ഒട്ടും മലയാളം അറിഞ്ഞൂടാ. പക്ഷെ എന്താന്ന് വെച്ചാൽ ഞാൻ ഊമയായല്ലോ, അതുകൊണ്ട് എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. സോ ഞാൻ എല്ലാം ലേൺ ചെയ്തു കുറച്ച് വർഷമായിട്ട്. പിന്നെ സംസാരിക്കാനുള്ള ഇത് കിട്ടിയതിനു ശേഷം സംസാരിക്കാൻ തുടങ്ങി. എന്തായിരുന്നു ഫസ്റ്റ് ഡയലോഗ്? എന്തായിരുന്നു നമ്മുടെ മൗനരാഗത്തിലെ മലയാളത്തില്? മോണേ മോണേ. അതെ. ഇവര് ട്രോള് ചെയ്യാറുണ്ടോ ഐശ്വര്യയുടെ മലയാളത്തില്? ഞാൻ സംസാരിക്കുന്നത് ട്രോൾ ചെയ്യുന്നത് മീൻസ് കൂടെ ഉള്ള ആൾക്കാരാണോ അല്ല പബ്ലിക് ആണോ? കൂടെ ഉള്ളവര്, നമ്മുടെ ഫ്രണ്ട്സ്. പിന്നെ ട്രോൾ ചെയ്യാതിരിക്കും. ഏറ്റവും കൂടുതല് ആദ്യം ഞാൻ മലയാളം സംസാരിക്കാൻ തുടങ്ങിയപ്പോ എന്റെ പാരായിട്ടുള്ള കിരൺ നലീഫ് ഭയങ്കരമായിട്ട് എന്നെ ട്രോൾ ചെയ്ത്, എന്താടി നീ ഇങ്ങനെ സംസാരിക്കണം അങ്ങനെയൊക്കെ. ഞാൻ എപ്പോ അല്ലേടാ സംസാരിക്കാൻ തുടങ്ങിയത്, കുറച്ച് സമയം കൊടുക്ക. അങ്ങനെ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചു തന്നത് ആരാ ലാംഗ്വേജ്? പഠിപ്പിച്ചു തന്നതിന് അങ്ങനെ എല്ലാവരും കൂടെയും ഞാൻ അങ്ങനെ സംസാരിച്ച് അതങ്ങനെ ഞാൻ പഠിച്ചു. യൂഷ്വലി നമ്മൾ ഈ നോൺ മലയാളീസിനെ കാണുമ്പോൾ മലയാളീസിനുള്ള മെയിൻ സ്വഭാവം തെറ്റായിട്ടുള്ള എന്തെങ്കിലും വാക്കുകളൊക്കെ പറഞ്ഞു കൊടുക്കുക, എന്തെങ്കിലും കോമഡി ആയിട്ട്. അങ്ങനെ എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടോ? ഇല്ല. ഒരു പ്ലസ് എന്താന്ന് വെച്ചാൽ ഇവിടത്തെ ചീത്തവാക്കും തമിഴിന്റെ ചീത്തവാക്കും ഏകദേശം അതുകൊണ്ട് എനിക്ക് ചീത്തവാക്ക് പറയുന്നത് മനസ്സിലാവും. അതെ അതെ, അത് ചീത്തയാണ് എന്ന് മനസ്സിലാവും. അതെ അതെ അതെ. കല്യാണി എന്ന് വിളിക്കുന്നതാണോ അതോ ഐശ്വര്യ എന്ന് വിളിക്കുന്നതാണോ കൂടുതൽ ഇഷ്ടം? അല്ല, ഇപ്പൊ ആരെങ്കിലും കല്യാണിന്ന് വിളിച്ചാൽ ഞാൻ തിരിഞ്ഞു നോക്കും, ഐശ്വര്യ വിളിച്ചാൽ തിരിഞ്ഞു നോക്കും. രണ്ടും ഇപ്പൊ യൂസ്ഡ് ആയി. അതെ അതെ. മൗനരാഗം ശരിക്കും പറഞ്ഞാൽ ലൈഫിനെ ഒരു വേറെ രീതിയിൽ തന്നെ ആക്കിയില്ലേ? ശരിക്കും പറഞ്ഞാൽ ആണ്, സത്യമാണ്. ഞാൻ ആദ്യമായിട്ട് മലയാളത്തില് ചെയ്ത സീരിയൽ മൗനരാഗമാണ്. തമിഴിന് അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്, കുറെ സീരിയൽസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അനദർ ലാംഗ്വേജ് ചെയ്യും. ആ സീരിയൽ 1500 എപ്പിസോഡ് ആവാൻ പോണ് ദിസ് മന്ത് എൻഡ്. സോ അത്രയും എപ്പിസോഡ് പോവും, ഇത്രയും സപ്പോർട്ട് കിട്ടും അനദർ ലാംഗ്വേജിൽ വന്നിട്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. അതൊരു ഭയങ്കര സന്തോഷമാണ് എനിക്ക്. സ്റ്റിൽ ഓർമ്മയുണ്ട്, ആദ്യം മൗനരാഗത്തിന്റെ ഒരു പ്രമോ ചാനൽ വന്ന സമയത്ത് ഐശ്വര്യ ഒരു ധാവണി ഇട്ടിട്ട് ഇങ്ങനെ ഓടി വരുന്ന അങ്ങനെ ഒരു സംഭവമാണ്. പാവട ചട്ട. അതെ അതെ. അപ്പൊ ഇതുപോലെ വീട്ടിൽ പറയൂ കൊച്ചു കുട്ടി ഇത് ഏതാ ഈ മോള്? അപ്പൊ എല്ലാവർക്കും അങ്ങനെ ഒരു ഇമേജ് ആയിരുന്നു അല്ലേ? വന്നപ്പോ കൊച്ചുകുട്ടിയായിരുന്നു, 6 വർഷമായി വളർന്നു. അതെ. അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു? വന്നപ്പോ 19 വയസ്സായിരുന്നു. 19 കഴിഞ്ഞ് 20 തുടങ്ങി. അതെ അതെ. അപ്പൊ മലയാളി ഓഡിയൻസിന് അങ്ങനെ ഒരു ഭയങ്കര ഒരു സ്നേഹമുണ്ട്. അതെ അതെ. ആൾക്കാര് കമന്റ് ഒക്കെ ചെയ്യും, ഈ സീരിയൽ തുടങ്ങിയ സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു, ഇപ്പൊ എന്റെ കുഞ്ഞ് സ്കൂളിൽ പോവാൻ തുടങ്ങി, അങ്ങനെയൊക്കെ കമന്റ് ചെയ്യുന്ന ആളുണ്ട്. അതെ. ഈ ബാലാജി ചേട്ടനെ പ്രായമായിട്ടുള്ള അമ്മമാരൊക്കെ കണ്ടു കഴിഞ്ഞാല് വഴക്ക് പറയും, അടിക്കാൻ പോകും. പക്ഷെ അവരുടെ ആക്ടിങ് കണ്ട് ആദ്യം ഇങ്ങനെ ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ അവരുടെ അഭിനയം കണ്ടിട്ട് കുറെ ആൾക്കാർ വാവ് എന്തൊരു അഭിനയമാണ്, അഭിനയത്തെ കുറിച്ചാണ് സംസാരിക്കാൻ തുടങ്ങി എല്ലാവരും. അതെ അതെ. നിങ്ങൾ തമ്മിലുള്ള ഒരു കോംബോ നമ്മള് ഓൺ സ്ക്രീൻ കാണുമ്പോഴത്തേക്ക് ഭയങ്കര അടിപിടിയാണ്. നമ്മൾ ഇതെന്താ അച്ഛനാന്ന് ആലോചിച്ചു. ഓഫ് സ്ക്രീനിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു കോംബോ? ഓഫ് സ്ക്രീൻ എന്ന് വെച്ചാൽ ക്യാമറയുടെ മുമ്പ് തന്നെ, ക്യാമറ ഓൺ ആവുന്നതിന് മുമ്പ് പുള്ളിക്കാർ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇതിന് ഇങ്ങനെ റിയാക്ഷൻ കൊടുക്കുക, അടിപൊളിയായിരിക്കും, ഞാൻ ഈ ഷോട്ടിൽ എങ്ങനെയാണ് കൊടുത്തത്, ഇപ്പം ഞാൻ പോവും, അതുകൊണ്ട് ഞാൻ നിനക്ക് പറഞ്ഞു തരാം, നീ ഇങ്ങനെ റിയാക്ഷൻ കൊടുക്കുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. സോ അങ്ങനെ ഒരു ബോണ്ടിങ് ഉണ്ട്. മൗനരാഗത്തിൽ ആരാണ് ബെസ്റ്റ് ഫ്രണ്ട്? എല്ലാവരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അങ്ങനെ പ്രത്യേകിച്ച് ഇവരാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെയല്ല, എല്ലാവരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. കേരളത്തിൽ ഇപ്പം വന്നിട്ടൊരു 6 years ആയി. ഇവിടെ എന്താണ് കേരളത്തിൽ what do you love the most എന്ന് ചോദിച്ചാൽ എന്ത് പറയും? എനിക്ക് ട്രിവാൻഡ്രം തന്നെ ഇഷ്ടമായി. സ്ഥലമാണ് ഇഷ്ടം. കേരളത്തിൽ എന്ത് കാര്യം കൂടുതൽ ഇഷ്ടം? കേരളത്തിൽ കൂടുതൽ ഇഷ്ടം ഗ്രീനറിയാണ്. ഗ്രീനറി. പിന്നെ കുറെ അമ്പലമുണ്ട്, ഞാൻ അമ്പലത്തിന്റെ ആളാണ്, എവിടെ പോയാലും അമ്പലത്തിൽ കയറും. സോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ട്രിവാൻഡ്രത്തിനല്ല, കേരളത്തില് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു വൈബൊക്കെ. ഇവിടുത്തെ ഭക്ഷണം ഇഷ്ടമാണോ?
ആ കാര്യം പറയണം. എന്റെ വീട്ടിലായാലും എന്റെ വീട്ടിൽ ഞാൻ തേങ്ങ ചേർത്താൽ ഫുഡ് കഴിക്കൂല. എനിക്ക് 2 ചേച്ചിമാരുണ്ട്. പിന്നെ അവരൊക്കെ കുഴപ്പമില്ല, അവരൊക്കെ അമ്മ ഉണ്ടാക്കിയത് എന്തോ അത് കഴിക്കും. പക്ഷെ എനിക്ക് തേങ്ങ ചേർത്ത ഒരു ഭക്ഷണവും എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് എനിക്ക് മാറ്റി വെച്ചിട്ടാണ് അവർ കുക്ക് ചെയ്യും തേങ്ങ ചേർക്കണമെങ്കിൽ. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ എന്റെ ചേച്ചി പറയൊക്കെ പറഞ്ഞു, ഞങ്ങൾ നീ കഴിക്കാൻ സമ്മതിച്ചില്ലായിരുന്നല്ലോ, ഇപ്പൊ കണ്ട എനിക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണ്. കഴിക്കും, പക്ഷെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല. അപ്പൊ ഇവിടുത്തെ മോസ്റ്റ് ഓഫ് ദി ഡിഷസും ഇഷ്ടമില്ലായിരിക്കും. ഇഷ്ടമില്ലെന്നല്ല, എന്ന് പറയാൻ എനിക്ക് ഇഷ്ടമൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഐശ്വര്യയുടെ ഏറ്റവും വേസ്റ്റ് ചോക്ലേറ്റ് ബൗണ്ടി ആയിരിക്കും. ബൗണ്ടി എനിക്ക് ഇഷ്ടമില്ല. ഐശ്വര്യ ഏറ്റവും ദേഷ്യം വരുന്നത് ബൗണ്ടി തന്നാലായിരിക്കോ? കൃത്യമായിട്ട് ചെയ്യാനായിട്ട് അത് മാത്രം മതി. ഏതാ ഫേവറേറ്റ് ചോക്ലേറ്റ്? ഏതാ? എനിക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാലേ ഫേവറേറ്റ് ആണ്. ഡാർക്ക് ചോക്ലേറ്റ് ആണ് കൂടുതൽ ഫേവറേറ്റ് എനിക്ക്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ വിചാരിക്കും ബൗണ്ടി കണ്ടുപിടിച്ചാലെ വെടിവെച്ച് കൊല്ലം, ഷൂട്ട് ചെയ്യണം സ്പോട്ടില്. അതെ അതെ. അപ്പം അതുപോലെ തന്നെ ഇവിടെ ഈ പ്ലേസസിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ഇവിടെ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടം നമ്മുടെ നാട്ടില് കേരളത്തില് എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് മൗണ്ടൻസ് ഭയങ്കര ഇഷ്ടമാണ്. സോ സമയം കിട്ടുമ്പോൾ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ്സ് ഒക്കെ കൊണ്ട് കൊടുക്കാറുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. ഇങ്ങനെയൊക്കെ ചോദിക്കല് ആൾക്കാരൊക്കെ ഉണ്ട്. നെക്സ്റ്റ് ടൈം ചോദിക്കാം എന്താണ് ഇനി ഒന്ന് കൊണ്ടുവരാത്ത. അങ്ങനെ അവിടെ അടിക്കാനൊക്കെ വരുന്നത് ഒന്നും കൊണ്ടുവരില്ല. കുക്ക് ചെയ്യും, ഞാൻ വീട്ടിൽ കുക്ക് ചെയ്യും. റയറായിട്ട് കൊണ്ടുവരും സെറ്റിലോട്ട്. റയറായിട്ട് കൊണ്ടുവരും. എന്താണ് ഐശ്വര്യന്റെ സ്പെഷ്യൽ? എന്താണ് കുക്കിംഗിലാണോ? കുക്കിംഗ് ഞാൻ വെജ് നോൺ വെജ് എല്ലാം കുക്ക് ചെയ്യും. പക്ഷെ ഞാൻ കുക്ക് ചെയ്തിട്ട് കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് മട്ടൻ ചുക്ക ആണ്. മട്ടൻ ചുക്ക എല്ലാവരും മാസ്റ്റർ പീസ്. മട്ടൻ ചുക്ക, പിന്നെ പൂണ്ട് കുഴമ്പെന്ന് പറയും. പൂണ്ട് കുഴമ്പ്, ഗാർലിക് ഗ്രേവി. തമിഴ്നാട്ടിന്റെ ഒരു ഇതാണ് പൂണ്ട് കുഴമ്പ്. സോ അത് എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മുടെ ഇവിടെ മൂവീസ് ഒക്കെ എങ്ങനെ, മലയാളം മൂവീസ് ഒക്കെ ഇഷ്ടമാണോ? ഞാൻ മലയാളം മൂവി കാണും. ഹൂ ഈസ് യുവർ ഫേവറേറ്റ് ആക്ടർ? ഫേവറേറ്റ് ആക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇവരാണ് ഇഷ്ടം അങ്ങനെ ഇല്ല. എല്ലാവരുടെ അഭിനയം ഇഷ്ടമാണ്. എല്ലാവരുടെ അഭിനയം ഇഷ്ടം. ഓരോരോ അഭിനയമല്ലേ കാണിക്കണേ. അത് കാണുമ്പോൾ നമുക്ക് ഇഷ്ടം. നമ്മള് ഐശ്വര്യയുടെ പേര് ഈ ബിഗ് ബോസിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് വന്നപ്പോഴത്തേക്ക് എന്നെ കുറെ ചാനലിൽ ഇരുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, യൂട്യൂബ് ചാനലിൽ നിന്ന് ഇന്റർവ്യൂവിന് വേണ്ടി. ഐശ്വര്യ അങ്ങനെ പോകണു. ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ലല്ലോ, ഞാൻ പോണക്കാര് അല്ല, ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെ പുറത്ത് പറയാൻ പാടില്ല, എന്നാലും കുഴപ്പമില്ല ഐശ്വര്യ ഒന്ന് ഇന്റർവ്യൂ കൊടുക്ക്, ഏത് എപ്പിസോഡിൽ ടെലികാസ്റ്റ് ആവണമെന്ന് പറ, അപ്പോൾ ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്തോളാം, ഒന്നും വിഷമിക്കണം. ഞാൻ പറഞ്ഞു അയ്യോ ശരിക്കും ഞാൻ പോകുന്നില്ല പറഞ്ഞു. അവർ വിശ്വസിക്കുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? പിന്നെ ഞാൻ വേറൊരു ഇന്റർവ്യൂ കൊടുത്തു, ഇങ്ങനെ ഞാൻ പോകുന്നില്ല. അതെ അതെ. ശരിക്കും ഐശ്വര്യക്ക് ഡൗട്ട് തോന്നി, ഇനി എന്നെ വിളിക്കുവോ വിളിക്കുവോന്നൊക്കെ ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ പോവാനായിട്ട്? എനിക്ക് എന്താന്ന് വെച്ചാൽ ഞാൻ ഇൻട്രവേർട്ട് ആണ്. എനിക്ക് ആൾക്കാരുടെ അടുത്ത് എനിക്ക് വഴക്ക് കൂടാനും വയ്യ. എനിക്ക് അങ്ങനെ പറ്റൂല. ഞാൻ അവിടെ പോയാൽ അവർ തന്നെ എന്നെ പുറത്താക്കും. ഇൻ കേസ് പോകുവാണെങ്കിൽ എത്ര ദിവസം അവിടെ നിൽക്കാനാ ചാൻസ്? അറിയില്ല. ഞാൻ പെട്ടെന്ന് ആൾക്കാരോട് മിങ്കിളാവുന്ന ആളല്ല. കുറച്ച് ടൈം എടുക്കും. സീസൺ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ ബിഗ് ബോസ് അങ്ങനെ കാണുന്ന ആളില്ല. തമിഴായാലും മലയാളം ആയാലും ഈ റീൽസ് ഒക്കെ കാണുമ്പോ ഏതെങ്കിലും വരുമല്ലേ, അങ്ങനെ കാണും. അല്ലാതെ കുത്തിയിരുന്ന് ടി വിയിലൊക്കെ കാണുന്നത് അങ്ങനെ കാണാറില്ല. ഇല്ല.